മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. പേടിയാണ് ചിലരുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ്. പല കൊട്ടേഷൻ ഗുണ്ട ലഹരി മാഫിയ സംഘ നേതാക്കന്മാരൊക്കെ തന്നെ ആളുകളുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് നടക്കുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പേടിയാണ്. ജനങ്ങൾക്ക് അവരെ പേടിയാണ് എന്നത് അവർക്ക് കൃത്യമായിട്ടറിയാം. ഇത് വ്യക്തമാക്കി നൽകുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ചാക്ക പ്രദേശത്ത് നിന്ന് അറസ്റ്റിലായിട്ടുള്ള അനീഫ് ഖാൻ എന്ന് പറയുന്നയാളുടെ അറസ്റ്റ്. ഇന്ന് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ, അയാളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയാനും വാർത്ത നൽകാനും വേണ്ടി സംഭവ സ്ഥലത്ത് നമ്മൾ ആ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ പോയിരുന്നു. അവിടെയുള്ള പ്രദേശവാസികളൊക്കെ തന്നെ കാര്യങ്ങൾ അറിയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നമ്മളോട് അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാടിൻ്റെ സ്വൈര്യജീവിതം നശിപ്പിച്ച അനീഫ് ഖാനെ കുറിച്ച് പറയാൻ ആളുകൾക്ക് ഒരുപാടുണ്ട്. ഇത്തരക്കാരെ പുറം ലോകത്ത് കൊണ്ടുവരരുത്, ഇവനെയൊക്കെ രണ്ട് കിട്ടാത്തതിൻ്റെ കുറവാണ്, ജയിലിൽ നിന്ന് പുറത്തു വരാതെ നാടിനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ സംസാരിച്ചു. പക്ഷേ എല്ലാവരും സംസാരിക്കുന്നത് ക്യാമറ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് പിറകിൽ നിന്നാണ് എന്ന് മാത്രം. അതായത് ഇവർക്കൊക്കെ പേടിയാണ് എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന എല്ലാവരും, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പലരും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നെഞ്ചും വിരിച്ച് നടക്കും. അപ്പോൾ വെറുതെ ഞങ്ങളെന്തിന് അയാൾക്കെതിരെ സംസാരിച്ച് ബലിയാടാകണം എന്നുള്ളതാണ് ഈ പറയുന്ന നാട്ടുകാരുടെയൊക്കെ ചോദ്യം. ഒരു കണക്കിന് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ. കുറ്റം ചെയ്യുന്നവർ പണവും പിടിപാടും ഉള്ളവരാണ് എങ്കിൽ മണിക്കൂറുകൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് ഈ പറയുന്ന നിയമത്തെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയമത്തിൽ അവിടുത്തെ പഴുതുകളൊക്കെ മനസ്സിലാക്കി ജയിലിൽ നിന്ന് ഇറങ്ങി സാധാരണക്കാരെ പോലെ നടക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടതാണ്. ആ ഒരു ഉദാഹരണങ്ങളിൽ ഒന്നായിട്ട് തന്നെ ഇപ്പോൾ ചാക്കയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിട്ടുള്ള അഷ്റഫിൻ്റെ കേസ് മാറുമോ എന്നതൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരളത്തെ ഒന്നടക്കം ഞെട്ടിച്ച ഒരു കേസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വന്ന ആ ഒരു വാർത്ത. അതായത് കഞ്ചാവ് പോലുള്ള ലഹരി സാധനങ്ങൾ ഒളിപ്പിക്കാൻ വേണ്ടി ഹോൾ ഡീലറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അയാളുടെ വീട്ടിൽ പ്രത്യേകമായിട്ട് രഹസ്യ അറകളൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരം. ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമാകുന്നതാണ്. വീട്ടിൽ രഹസ്യ അറകൾ ഉണ്ടാക്കി വൻതോതിലാണ് ഇയാൾ കഞ്ചാവ്, മയക്കുമരുന്ന് മൊത്തക്കച്ചവടം നടത്തിയിരുന്നത്. ഇതിന്റെ പേരിൽ ചാക്ക ITA സമീപം താമസിച്ചിരുന്ന അനീഫ് ഖാനെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും എക്സൈസ് IBയും ചേർന്നാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. 13 കിലോ കഞ്ചാവും ചെറിയ അളവിൽ MDMAയും ഇവ തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസുകളും മയക്കുമരുന്ന് നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളും ഒക്കെയാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത്. ചാക്ക ITA സമീപം ജനവാസ മേഖലയിലാണ് ഇയാളുടെ 3 നില വീട് നിൽക്കുന്നത് എന്നുള്ളതാണ്. വീട്ടിലെ 2ാം നിലയിലാണ് 2 രഹസ്യ അറകൾ ഇയാൾ നിർമ്മിച്ചിരുന്നത്. 2ാം നിലയിൽ ചുമരിന്റെ മുകളിൽ തടി പാനൽ ചെയ്തിരിക്കുകയായിരുന്നു. വിശദമായ പരിശോധനയ്ക്കിടയിലാണ് ഈ പാനലുകൾക്കിടയിൽ ഒരു നെട്ടുള്ളത് എക്സൈസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ നെട്ട് ഇളക്കിയപ്പോൾ പാനൽ അനങ്ങുന്നത് കണ്ട് തള്ളി നോക്കിയപ്പോഴാണ് അകത്ത് വലിയൊരു അറ കണ്ടത്. ഇതിനകത്ത് 10 പേർക്കെങ്കിലും കടക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്, ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളത്. ഇതേ നിലയിലെ വാഷ് ബേസിന്റെ താഴെയുള്ള ഷെൽഫ്, വാഷ് ബേസിന്റെ താഴെയും ആരും കാണാത്ത, ആരും ശ്രദ്ധിക്കാത്ത തരത്തിലൊരു ഷെൽഫ് നിർമ്മിച്ചു. അതാണ് 2ാമത്തെ അറ. പരിശോധിച്ചപ്പോൾ ഷെൽഫ് പൂർണ്ണമായി ഇളകി വരുന്ന സ്ഥിതിയിലായിരുന്നു. അകത്തേക്ക് ഒരാൾക്ക് കുനിഞ്ഞു കയറാവുന്ന ഒരു വാതിലാണ് അവിടെ തയ്യാറാക്കിയിരുന്നത്. ഇതുവഴി കടന്നാൽ ഒരു മുറിയുടെ പൊക്കമുള്ള വലിയൊരു അറയാണ് ഉണ്ടായിരുന്നത്. 1000 കിലോയോളം കഞ്ചാവ് രഹസ്യമായി സൂക്ഷിക്കാവുന്ന തരത്തിലാണ് ഈ ഒരു അറ ഇയാൾ നിർമ്മിച്ചിരുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ കൃഷ്ണകുമാറിന് കിട്ടിയിട്ടുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടറായിട്ടുള്ള TR മുകേഷ് കുമാർ, KV വിനോദ്, RG രാജേഷ്, പ്രിവന്റീവ് ഓഫീസർ വിശാഖ, ഷാജി പ്രകാശ്, ബിജുരാജ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായിട്ടുള്ള സുബിൻ വിശാഖ് എന്നിവരൊക്കെ അന്വേഷണത്തിലേക്ക് എത്തുന്നത്, പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരം എക്സൈസ് ഇൻസ്പെക്ടർ റെജിലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 2024 വാനിൽ രഹസ്യ അറയുണ്ടാക്കി 20 കിലോയോളം കഞ്ചാവ് കടത്തിയതിന് അറസ്റ്റിലായിട്ടുള്ള അതേ വ്യക്തിയാണ് ഈ പറയുന്ന അനീഫ് ഖാൻ.
അതുപോലെ തന്നെ പച്ചല്ലൂർ ബൈപ്പാസിൽ വെച്ചാണ് എക്സൈസ് സംഘം ഇയാളെ പിടികൂടിയിരുന്നത്. അത് കൂടാതെ മയക്കുമരുന്നുമായിട്ട് കഴക്കൂട്ടത്ത് വെച്ചും ഈ പറയുന്ന അനീഫ് ഖാനെ പിടികൂടിയിട്ടുണ്ട്. അതായത് ഇയാളൊരു സ്ഥിരമായിട്ട് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ആളാണ്. അതും പലപ്പോഴായിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ അയാൾ വീണ്ടും വീണ്ടും അത് ചെയ്യണമെങ്കിൽ അയാൾക്ക് എത്രമാത്രം ധൈര്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇയാൾക്ക് പിന്നിൽ വലിയൊരു മാഫിയ സംഘം തന്നെ ഉണ്ടാകണം എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇത്തരം ഒരു വലിയ സംവിധാനത്തിലേക്കൊക്കെ ഇയാൾ എത്തണമെങ്കിൽ ഇയാൾക്ക് പിന്നിൽ വലിയൊരു സംഘം തന്നെ ഉണ്ടാകണം. കേരളം ലഹരി വിമുക്തമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പറയുന്ന സാഹചര്യമാണ്. അങ്ങനെയൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ കേരളത്തിൻ്റെ പല മുക്കിലും മൂലയിലും ഇത്തരത്തുകാരുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടിയിരിക്കുന്നു. അവരെ നമ്മൾ നശിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ചാക്ക എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ്. തലസ്ഥാന പോലീസുകാരൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പ്രദേശത്ത് നിന്നാണ് ഇത്തരത്തിലൊരു വലിയൊരു സംഭവം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ജനങ്ങളിലെ പേടിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വളരാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.